നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇന്നു മുതൽ ഈ കുടുംബശ്രീ ഹോട്ടല് ശാരദാമ്മയുടേതല്ല. എന്റെ ചേച്ചി രാജേശ്വരിയുടേതായിരിക്കും. അതേത് വകുപ്പിലാന്ന് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മക്കുറവിന്റെ അസുഖം ഉണ്ടോ തള്ളേ? ഈ വീട് ഹോട്ടലും എല്ലാം കൂടി എന്റെ ചേച്ചിക്ക് എഴുതി കൊടുത്ത കാര്യം നിങ്ങൾ മറന്നോ? ഒഴിഞ്ഞു തരാൻ നിങ്ങളുടെ സാവകാശം ചോദിച്ചിരുന്നു. ആ കാലാവധി ഇന്നലെ രാത്രിയിൽ അങ്ങ് കഴിഞ്ഞു. ഇല്ല, ഇത് ചതിയ. ഇത് ഞാൻ സമ്മതിക്കില്ല. എഴുന്നേറ്റ് മാറ് ഐശ്വരി. അതിന് നിങ്ങളെ സമ്മതം ആർക്ക് വേണം? ഇറങ്ങി പോത്തുള്ള അങ്ങോട്ട് പോടുന്നു. ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി പറയാനുള്ളതൊക്കെ. ഉടുപ്പുടവ മാത്രമായിട്ട് നിന്നെ മകളെ ഇവിടുന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ശാരദെ. പിടിവാശി വേറൊരാൾക്കാ. ദേ നോക്ക്, അച്ഛനോ? എന്തിനാച്ചാ ഞങ്ങളോട് ഈ ചതി? ഭാര്യയും മക്കളും ആണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. മരണത്തിൽ നിന്ന് വരെ രക്ഷിച്ചവരല്ല ഞങ്ങള്. ഞങ്ങളാണോ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയാണോ അച്ഛന് വലുത്? നീ പെണ്ണെ, കൂടുതൽ ക്രോസ് വിസ്താരമൊന്നും വേണ്ട. ഇയാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെന്ന അവകാശവാദവും വേണ്ട. ആയുസിന് ബലമുണ്ടെങ്കിൽ രക്ഷിക്കാൻ ഒരാൾക്ക് പകരം മറ്റൊരാൾ വരും. പിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പണത്തിന്റെ പേരിലായിരുന്നു. പിന്നെ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ തുടരുന്നതിന്റെ പേരിലും. നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നതോടെ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാ. എന്നാലും അച്ഛാ, അവളുടെ ഒരു അച്ഛൻ. നീ എന്താ ശാരദ വിചാരിച്ചത്? 2 നേരം ഭക്ഷണം കൊടുത്തതിന്റെയും 2 കുപ്പി രക്തത്തിന്റെയും പേരില് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയെ വിട്ടിട്ട് ഇങ്ങോട്ട് പോരുമെന്നോ? മിടുക്കുള്ള പെണ്ണിന്റെ ചൂണ്ടുവിരലെ നിൽക്കും ആണ്. ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാ നിൽക്കും. ചതി ഇയാളുടെ രക്തത്തിൽ അലിഞ്ഞതാ. അത് തന്നെയാ ഞങ്ങൾ തമ്മിലുള്ള യോജിപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.